ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബികോമിൻ്റെ മൊഡ്യൂൾ 4 നമ്മൾ നോക്കുന്നത്. മാനേജ്മെൻറ്റ് സെക്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് പ്രൊമോഷൻ, അഡ്വർടൈസിങ് അങ്ങനെയുള്ള കുറച്ച് സംഭവത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് പ്രൊമോഷൻ. എന്താണ് പ്രൊമോഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. സോ വാട്ട് ഈസ് പ്രൊമോഷൻ എന്ന് ചോദിച്ചാൽ എനി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എ ബിസിനസ് യൂസസ് ടു ഇൻഫോം. എന്ത് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനും ആകാം ഒരു ബിസിനസ് ഉപയോഗിക്കുന്നു, അല്ലേ? എനി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എ ബിസിനസ് യൂസസ് ടു ഇൻഫോം. ബിസിനസ് ഉപയോഗിക്കുന്ന എന്ത് കമ്മ്യൂണിക്കേഷനെയും നമുക്ക് പ്രൊമോഷൻ എന്ന് പറയാം. മറ്റുള്ള ഒരാളെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ബിസിനസ് ഉപയോഗിക്കുന്ന എന്ത് കമ്മ്യൂണിക്കേഷനെയും നമ്മൾ പ്രൊമോഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഫെമിലിയർ ആണെന്ന് നമുക്കറിയാം, അല്ലേ? പല രീതിയിലാണ് ആളുകൾ ഒരു സാധനം പ്രൊമോഷൻ ചെയ്യുന്നത്, അല്ലേ? അവരുടെ പ്രോഡക്റ്റ് നമ്മൾ അറിയിക്കുന്നു, അതാണ് പ്രൊമോഷൻ. അതിന് അവരെടുക്കുന്ന രീതികളെല്ലാം തന്നെ നമ്മൾ പ്രൊമോഷൻ എന്നാണ് പറയുന്നത്. ഒരു പ്രൊമോഷനിലൂടെ എന്താണ് അവർ ചെയ്യുന്നത്? പെർസ്യൂഡഡ് ഓർ റിമൈൻഡ് പീപ്പിൾ അബൌട്ട് ഇറ്റ്സ് പ്രോഡക്റ്റ്. ഓക്കെ, അല്ലേ? അതായത് പറഞ്ഞാൽ ആ സാധനം ആളുകളെ എന്ത് ചെയ്യുന്നു? വാങ്ങാനായിട്ട് എന്ത് ചെയ്യുകയാണ്? പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെർസ്യൂഡഡ് ഓർ റിമൈൻഡ് പീപ്പിൾ എബൌട്ട് ഇറ്റ്സ് പ്രോഡക്റ്റ്. അത് കണ്ടോ, ആളുകളെ ആ പ്രോഡക്റ്റ് വാങ്ങാനായി എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓർ ടു എൻഹാൻസ് ഇറ്റ്സ് ഇമേജ്. അപ്പോൾ ഒരു സാധനം നമ്മളുടെ കയ്യിൽ വശമുണ്ട്, ഓക്കെ, ബിസിനസ് ചെയ്യാൻ നമ്മളുടെ കയ്യിലൊരു സാധനമുണ്ട്. പക്ഷെ ആ സാധനം അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിന് വിൽപ്പന ഉണ്ടാവുമോ? ആളുകൾ അത് അറിയുമോ? അതെന്താണ് അതിൻ്റെ ഉപയോഗമെന്ന് ആളുകൾ അറിയുമോ? ഇല്ല. അതിന് പ്രൊമോഷൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഉപയോഗിക്കുന്ന ഏതൊരു കമ്മ്യൂണിക്കേഷൻ ഫോമും ആവാം. ആ പ്രോഡക്റ്റിനെ പറ്റി ഇൻഫോം ചെയ്യാൻ, ആളുകളെ അത് വാങ്ങാനായി പ്രേരിപ്പിക്കാം. അതുപോലെ തന്നെ ഇതുപോലൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് ആളുകൾക്ക് അറിയിക്കാനായിട്ട് പറ്റും. അതിലൂടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇമേജ് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഒരു എക്സാമ്പിളായിട്ട് ഒരെണ്ണം തന്നിട്ടുണ്ട്, കണ്ടോ? ഇതൊരു പ്രൊമോഷനാണ്. അതായത് ആ ഒരു കമ്പനി ഇങ്ങനത്തെ സംഭവം നടത്തുന്നുണ്ട്. ഇപ്പോൾ എന്തെല്ലാം പ്രൊമോഷൻ രീതികളാണുള്ളത്, അല്ലേ? ഇപ്പോൾ എന്താണ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ ബിസിനസ് ഉപയോഗിക്കുന്ന ഒരു രീതി, തൻ്റെ പ്രോഡക്റ്റ് മറ്റുള്ളവരെ അറിയിക്കാൻ ഉപയോഗിക്കുന്ന ഏതൊരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനെയും പ്രൊമോഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ കീ വേർഡ്സ് നോക്കി പോവുക. എനി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ബിസിനസ് തൻ്റെ പ്രോഡക്റ്റ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, അതിൻ്റെ ഉപയോഗങ്ങൾ ഇതൊക്കെയാണ് എന്നറിയിക്കാനായി ഉപയോഗിക്കുന്ന ഏതൊരു രീതിയെയും നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ പെർസ്വേഡർ മീൻസ് അവരെ വാങ്ങാനായി പ്രേരിപ്പിക്കുന്നു. ഓർ റിമൈൻഡ് പീപ്പിൾ അബൌട്ട് ഇറ്റ്സ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് അവരെ എന്ത് ചെയ്യുന്നു? ഓർമ്മിപ്പിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനാണ്. ദ കമ്മ്യൂണിക്കേഷൻ എയിംസ് ടു ഇൻഫോം, ഇൻഫ്ലുവൻസ്, അതല്ലേ? അതായത് ഇൻഫോം ചെയ്യുന്നു, ആളുകളെ അറിയിക്കുന്നു, അവരെ അത് വാങ്ങാനായി സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ പെർസ്യൂഡ്, പ്രേരിപ്പിക്കുന്നു, കസ്റ്റമേഴ്സ് ടു ബൈ ഓർ യൂസ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് വാങ്ങാനായി ആളുകളെ പ്രേരിപ്പിക്കുന്നു, അവരെ സ്വാധീനിക്കുന്നു, ആ പ്രോഡക്റ്റിനെ പറ്റി അറിയിക്കുന്നു. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എയിംസ് ടു ഇൻഫോം, ഇൻഫ്ലുവൻസ് ആൻഡ് പെർസ്യൂഡ് കസ്റ്റമേഴ്സ് ടു ബൈ ഓർ യൂസ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പോൾ നല്ലൊരു പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൊമോഷൻ നടക്കുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ഒന്ന് ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സെയിൽസ് എന്ത് ചെയ്യും? കൂടുമോ ഇല്ലയോ? യെസ്, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സെയിൽസ് കൂടും.
പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരും അല്ലേ. ഒരാളായിരിക്കില്ല പ്രൊമോഷൻ കാണുന്നത്, ഒരുപാട് ആളുകൾ കണ്ട് ഓക്കെ ഇത് കൊള്ളാം നമുക്കൊന്ന് വാങ്ങി ഉപയോഗിച്ചാലോ എന്ന് പറഞ്ഞ് നമ്മൾ എത്ര പേര് അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പുതിയ കസ്റ്റമേഴ്സ് വരും. എൻകറേജ് കസ്റ്റമർ ലോയാലിറ്റി, കസ്റ്റമറിന് ആ ഒരു പ്രോഡക്റ്റിനോടൊരു വിശ്വാസം വരും. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊമോഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലേ. സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ പ്രോഫിറ്റ് കൂടൂലേ, ബിസിനസ് വളരില്ലേ. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. Promotion is persuasive communication with the customers. It refers to raising customer awareness of product or brand. ഒരു പ്രൊമോഷനിലൂടെ കസ്റ്റമർ അറിയുകയാണ് ഈ പ്രോഡക്റ്റ് ഇതാണ്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് ഇതാണ്, ഇതിലൂടെ സെയിൽസ് കൂടാം എന്നിങ്ങനെയുള്ള ഒരു ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ ഇൻക്രീസ് ദ സെയിൽ ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ വിൽപ്പന കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു സാധനത്തിന് വിൽപ്പന കുറവാണ്, അല്ലെങ്കിൽ ആ സാധനം വിറ്റഴിഞ്ഞ് പോകുന്നില്ലെങ്കിൽ അതിന് നല്ല പ്രൊമോഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ സാധനം വിറ്റഴിഞ്ഞ് പോകും. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൊമോഷനുകൾ കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ആളുകളുമായി, നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് കമ്മ്യൂണിക്കേറ്റ് ദ പ്രോഡക്റ്റ്, ബ്രാൻഡ് ഓർ സർവീസ് ടു ദ എൻഡ് യൂസർ. ഒന്നാമത്തെ രീതിയാണ് പേഴ്സണൽ സെല്ലിംഗ്. എന്താണ് ഒന്നാമത്തെ രീതി? പേഴ്സണൽ സെല്ലിംഗ്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, അത് നമുക്ക് അങ്ങോട്ട് പോകെ നോക്കാം. പ്രൊമോഷൻ്റെ റോൾ എന്താണെന്നാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോഷൻ, എന്തിനാണ് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുന്നത്. ഒരു സാധനത്തെ പറ്റിയിട്ട് നമ്മൾ ഒരു പൂർണ്ണ ബോധമുണ്ടെങ്കിൽ ആ സാധനം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ. അല്ലാതെ ആ സാധനത്തിനെ പറ്റി ഒന്നും അറിയാതെ ചുമ്മാ പോയി വാങ്ങുന്നതിനേക്കാളും ആ സാധനത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവെയർനെസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് പ്രൊമോഷന് നൽകാൻ പറ്റുന്നു. ബിൽഡ് അവെയർനെസ് എമംഗ് കസ്റ്റമേഴ്സിനൊരു അവെയർനെസ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നു. ക്ലിയർ അല്ലേ? ദെൻ രണ്ടാമത്തത്, ഒരുപാട് പ്രൊമോഷൻ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ പുതിയ കസ്റ്റമേഴ്സ് ഇത് കണ്ടിട്ട് ഈ പ്രോഡക്റ്റ് കൊള്ളാലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നാറില്ലേ? യെസ്, തോന്നാറുണ്ട്. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് വരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെയിൽസ് കൂടും. സെയിൽസ് കൂടിയാൽ എന്ത് കൂടും? പ്രോഫിറ്റും കൂടും. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, കസ്റ്റമർ ലോയാലിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുന്നു. കസ്റ്റമറിന് ഇതുപോലുള്ളൊരു പ്രോഡക്റ്റിനെ പറ്റി എഡ്യൂക്കേറ്റ്സ് കസ്റ്റമർ എബൌട്ട് പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കസ്റ്റമറിന് തന്നെ ഒരു ഇതുണ്ട്, ഓക്കെ ഇന്നത് ഉപയോഗിച്ചാൽ ഇതാണെന്ന് അയാൾക്ക് തന്നെ അത് അറിയാമായിരിക്കും. പിന്നെ ന്യൂ പ്രോഡക്ട്സ്, ഇപ്പം പുതിയ പ്രോഡക്റ്റുകളാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രൊമോഷൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇംപ്രൂവ്സ് ബ്രാൻഡ് ഇമേജ്, നല്ലൊരു ബ്രാൻഡ് ഇമേജ് കൊണ്ടുവരാൻ പറ്റുന്നു. ബ്രാൻഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നെക്സ്റ്റ് ഇതിലോട്ട് നോക്കും. നമ്മളുടെ മാർക്കറ്റിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. നല്ലൊരു പ്രൊമോഷനിലൂടെ നമുക്ക് നല്ലൊരു ബ്രാൻഡ് ഇമേജ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യും? ഒരു ലോങ് ടേം ഗ്രോത്തിലേക്ക് പോകും. ഇതൊക്കെയാണ് പ്രൊമോഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി രണ്ട് ടേമുകളാണ്, എന്താണ് പുഷ് മാർക്കറ്റിംഗ്, എന്താണ് പുൾ മാർക്കറ്റിംഗ് എന്നുള്ളത്. പുഷ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിനെ ഡയറക്റ്റായിട്ടൊരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നു. അതിനെയാണ് പുഷ് മാർക്കറ്റിംഗ്. അവരെ പുഷ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, നിങ്ങളിത് വാങ്ങൂ എന്ന് പറയുന്നത് പോലെ. പുഷ് മാർക്കറ്റിംഗ് ഈസ് എ സ്ട്രാറ്റജി വെയർ ബിസിനസ് ആക്റ്റീവ്ലി പ്രൊമോട്ട് ദെയർ പ്രോഡക്റ്റ് ഓർ സർവീസസ്. ഇതൊരു തന്ത്രമാണ്, ഒരു സ്ട്രാറ്റജിയാണ്. അവിടെ ബിസിനസ് എന്ത് ചെയ്യുന്നു? ആക്റ്റീവായിട്ട് അവരുടെ സാധന സേവനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. എങ്ങനെ? അവിടുത്തെ കീവേഡാണ് ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് നേരിട്ടായിരിക്കും അവർ സാധന സേവനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന ടാക്ടിക്സുകളാണ്. ദിസ് അപ്രോച്ച് ഇൻവോൾവ്സ് ടാക്ടിക്സ് ലൈക്ക് അഡ്വർടൈസിങ് ആൻഡ് പ്രൊമോഷണൽ ക്യാമ്പയിൻസ് ടു ക്രിയേറ്റ് പ്രോഡക്റ്റ് അവെയർനെസ് ആൻഡ് ഡ്രൈവ് സെയിൽസ് അല്ലേ.
പരസ്യങ്ങൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ പ്രൊമോഷണൽ ക്യാമ്പയിൻസുകൾ നടക്കുന്നു. ഇതെല്ലാം പുഷ് മാർക്കറ്റിന് എക്സാമ്പിളാണ്. ഇങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിനോട് ഓരോ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കസ്റ്റമറിന് നല്ല ബോധം ഉണ്ടാവുകയും അതിലൂടെ വിൽപ്പന കൂടുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് പുഷ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേം. തള്ളിവിടുക, ഓക്കെ, തള്ളിവിടുക. പുഷ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. നെക്സ്റ്റ് വരുന്നതാണ് പുൾ മാർക്കറ്റിംഗ്. പുൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് ബ്രാൻഡഡ് ഐറ്റംസ് നോക്കി വാങ്ങിക്കും, അല്ലേ? ചില ആളുകൾക്ക് അങ്ങനെ ഒരു ക്രേസ് ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്, ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ അവർ ധരിക്കുള്ളൂ. സോ പുൾ മാർക്കറ്റിംഗ് ഈസ് എ സ്ട്രാറ്റജി ദാറ്റ് എയിംസ് ടു അട്രാക്ട് കസ്റ്റമേഴ്സ് ടു എ ബ്രാൻഡ് ഓർ പ്രോഡക്റ്റ്. നാച്ചുറലി ഒരു കസ്റ്റമറിനെ ബ്രാൻഡിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് പുൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറിനെ ബ്രാൻഡഡ് ഐറ്റത്തിലേക്ക് അല്ലെങ്കിൽ ബ്രാൻഡിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയെയാണ് പുൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പുഷ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊമോട്ട് ചെയ്യുന്നു, ഡയറക്റ്റ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പുഷ് മാർക്കറ്റിംഗ് ഈസ് എ സ്ട്രാറ്റജി വെയർ എന്ത് ചെയ്യുന്നു അവിടെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക, നോക്കിയേ, പുഷ് മാർക്കറ്റിംഗ് ഈസ് എ സ്ട്രാറ്റജി വെയർ ബിസിനസ് ആക്റ്റീവ്ലി പ്രൊമോട്ട് ദെയർ പ്രോഡക്റ്റ് ഓർ സർവീസസ് ഡയറക്ട്ലി ടു ദ കൺസ്യൂമേഴ്സ് നമുക്ക് പറയാം. അപ്പോൾ പുഷ് മാർക്കറ്റിംഗ് ഈസ് എ സ്ട്രാറ്റജി വെയർ ബിസിനസ് ആക്റ്റീവ്ലി പ്രൊമോട്ട് ദെയർ പ്രോഡക്റ്റ് ഓർ സർവീസസ് ടു ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് സാധന സേവനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. എന്നാൽ പുൾ മാർക്കറ്റിംഗ് എന്താണ്? ഒരു കസ്റ്റമറിനെ ബ്രാൻഡിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നു. അട്രാക്ട് കസ്റ്റമേഴ്സ് ടു എ ബ്രാൻഡ് എന്നുള്ളതാണ് അവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടേംസ് കിട്ടിയല്ലോ. ഒരു പ്രൊമോഷൻ മിക്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് ഒരു പ്രോഡക്റ്റിൻ്റെ നേച്ചർ, അല്ലേ? ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ്, എന്താണ് മാർക്കറ്റിൻ്റെ നേച്ചർ, ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും പ്രൊമോഷൻ മിക്സ്. ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടേം. നമുക്ക് നോക്കേണ്ട മെയിൻ കാര്യമാണ് പ്രൊമോഷണൽ ടൂൾസ്. ഓക്കെ, പ്രൊമോഷണൽ ടൂൾസ് എന്ന് പറയുന്ന സംഭവമാണ് നോക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ നമുക്ക് തന്നെ അറിയാം, ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ആളുകൾ പല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുന്നവരാണ്. പിന്നെ ഒരു കാര്യമുണ്ടായി, പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരാളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് പോലും അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലാഭം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമൊക്കെ അപ്പുറമായിരിക്കും. നമ്മൾ ഈ കാണുന്ന എല്ലാ പ്രോഡക്റ്റുകളാണ്, നമ്മളിപ്പോൾ ഇനിഷ്യേറ്റീവ് എടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മൈന്യൂട്ട് സാധനം പോലും ഒരാളുടെ എഫേർട്ടാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേന പോലും ഒരുപാട് ആളുകളുടെ എഫേർട്ടിലൂടെയാണ് ആ പേന നമ്മളിന്ന് അറിയുന്നത്. ഇപ്പോൾ ഒരു പേനയെന്ന് പറയുമ്പോൾ ഒരുപാട് പേന നിങ്ങളുടെ മനസ്സിൽ വരും, അല്ലേ? പണ്ടൊക്കെ പിൻ പോയിൻ്റ് ആയിരുന്നു, ലെക്സ് ഇപ്പോഴും ഉണ്ടെങ്കിലും ഇപ്പോൾ എൽക്കോസ് അറിയുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള പേനകളിലാണ് നമ്മളെല്ലാവരും, അല്ലേടാ? അങ്ങനെയുള്ള പേനകൾ. അപ്പം നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ പേര് പറയുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് അത്രത്തോളം ആളുകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഒരു പെൻസിൽ പറയുകയാണെങ്കിൽ അപ്സര പെൻസിൽ, നടരാജൻ്റെ പെൻസിൽ, HB പെൻസിൽ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ അതെല്ലാവരുടെയും മനസ്സിലേക്ക് ആ ഒരു ബ്രാൻഡ് വന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് അതിന് പിന്നിലുണ്ട്, ഒരുപാട് ചിലവുകൾ അതിന് പിന്നിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും അതിനോടൊപ്പം തന്നെ. പക്ഷെ അതിനേക്കാൾ ഉപരി അവരതിൻ്റെ എഫേർട്ട് എടുത്ത് അതൊരു നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് എത്തിക്കാൻ അവരൊരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ഒരു പ്രോഡക്റ്റ് എത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഒരു നല്ല നമ്മളൊരു ബിസിനസ് എടുക്കുമ്പോൾ നമ്മളറിയാമല്ലോ, അതിനകത്ത് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അതേപടി എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടുന്ന എന്താണ്? ഫിനാൻസാണ്. ആ ഫിനാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് എപ്പം വിജയിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പം നല്ല ഫിനാൻസ് ഉള്ള ഒരാൾ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ആ ഒരു ബിസിനസ്സിന് നല്ലൊരു കയറ്റവും ഉണ്ടാകും. അപ്പം ഫിനാൻസ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഡൂയിങ് എ ബിസിനസ്. നമ്മൾ കോൺസെപ്റ്റിൽ നിന്ന് മാറിപ്പോയില്ലേ? യെസ്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു പണ്ടൊക്കെ ടി വിയിലായിരുന്നു പരസ്യങ്ങളൊക്കെ വരുന്നത്. ഇന്നിപ്പോൾ ഫോണിലൊരു യൂട്യൂബ് വീഡിയോ എടുത്താൽ തന്നെ അതിൽ തന്നെ ഒരുപാട് പരസ്യങ്ങളാണ് വരുന്നത്. ഒരു പരസ്യം നമ്മളിലൂടെ ഒരു ബ്രാൻഡാണ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പരസ്യങ്ങൾ കാണുമ്പം ആലോചിക്കണം ആ പരസ്യം എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു പരസ്യത്തിലൂടെ ഒരു ബ്രാൻഡാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. ഒരു പരസ്യം 10 പേരിലോ 20 പേരിലോ എത്തുന്നില്ല, ലോകമെമ്പാടും എത്തുന്നു. ലാർജ് റീച്ച്, ടാർഗറ്റിംഗ് ലിമിറ്റഡ് ആണ്. ഇന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന പരസ്യം എന്നുള്ളതൊന്നുമില്ല. എല്ലാവരും ഇരുന്ന് പരസ്യം കാണുന്നുണ്ട്, ഇല്ലേ? യെസ്. ദെൻ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, വളരെ എക്സ്പെൻസീവാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ, നല്ല പണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അഡ്വർടൈസിങ്ങിലൂടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം. അതിലൂടെ നമുക്ക് വിൽപ്പന കൂടും, പുതിയ കസ്റ്റമേഴ്സ് വരും, നമ്മുടെ ലാഭം കൂടും, നമ്മൾ പണക്കാരാവും. പക്ഷേ വി നീഡ് ഫിനാൻസ് ആസ് എ മെയിൻ സോഴ്സ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പബ്ലിക് അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓരോന്ന് പഠിച്ചിട്ട് നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യാൻ പോവാം. അപ്പോൾ അതാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അഡ്വർടൈസിങ്ങിനെ പറ്റിയിട്ട് പിന്നെ ഒരിടത്തിൽ പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെയൊക്കെ അഡ്വർടൈസിങ് കൊടുക്കാം, ഒരു ചോദ്യമാണോ അത്? ന്യൂസ് പേപ്പറിൽ പരസ്യങ്ങൾ വരുന്നുണ്ട്, ടി വിയിൽ വരുന്നുണ്ട്, മൊബൈൽ ഫോണുകളിൽ വരുന്നുണ്ട്, ഓരോരോ റേഡിയോസ്, പാക്കേജിങ്ങിലെ പരസ്യങ്ങൾ വരുന്നുണ്ട്. പല രീതിയിലാണ് പരസ്യങ്ങൾ വരുന്നത്, അല്ലേ? യെസ്, പല രീതിയിലാണ് പരസ്യങ്ങൾ വരുന്നത്. എന്താണ് അഡ്വർടൈസിങ്? അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ചാപ്റ്റർ പഠിപ്പിക്കുന്നുള്ളൂ. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ് വർക്ക് ആസ് എ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ അഡ്വൈസർ. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ? അതിൽ കസ്റ്റമറും അഡ്വർടൈസറും തമ്മിലുള്ള ഒരു സംഭാഷണമാണെന്ന് പറയുന്നതിലോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? അതായത് പരസ്യം നൽകുന്ന ഒരാളായിരിക്കും, ആ ഒരു പരസ്യം നൽകുന്നത് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ദ അഡ്വർടൈസർ. പരസ്യം നൽകുന്ന ആളും കസ്റ്റമറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഫോംസ് എ വാസ്റ്റ് ഓഡിയൻസ്, ഒരുപാട് വാസ്റ്റായി കിടക്കുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കുന്നു. ടു ബൈ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. നമ്മളെല്ലാവരും പരസ്യം കണ്ടു പോയിട്ട് ഒരു സാധനമെങ്കിലും വാങ്ങാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല, അല്ലേ? ആനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പരസ്യം കണ്ടിട്ട് എന്തായാലും ഒരു സാധനമെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ട്രിക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ ഓരോ കസ്റ്റമറിൻ്റെ കൈകളിലേക്ക് എത്തുന്നത് പോലും. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് പബ്ലിക് അറ്റൻഷൻ കോൾ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. പൊതുജനങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ളതാണ് അഡ്വർടൈസിങ്. ഇനി അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ ഇന്നൊക്കെ ഇതിന് വലിയ സ്കോപ്പുള്ള കാര്യങ്ങളാണ്. അതായത് ഒരാളെ പിടിച്ചിരുത്താൻ പറ്റുന്നതായിരിക്കണം അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നമുക്കിപ്പോഴും അറിയാം, പല പരസ്യങ്ങൾ അതിൻ്റെ അകത്തുള്ള ക്യാപ്ഷൻസുകളൊക്കെ ഇപ്പോഴും നമ്മൾ പറയുമല്ലേ. ഇപ്പം പണ്ട് പറയുന്ന ഒന്നാണ് ഈ താജ്മഹലിൻ്റെ ചാപ്റ്റർ. ഞാൻ ആ സമയത്താണ് എനിക്ക് കൂടുതൽ ഓർമ്മ വരുന്നത്. പിന്നെ സൺലൈറ്റിൻ്റെ സോപ്പ് പൊടിയുടെ പരസ്യം, ഇതൊക്കെ നമുക്കിപ്പോഴും ആ പരസ്യങ്ങളൊക്കെ ഇപ്പോഴും പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു കഴിവാണ്, അത് അവരുടെ എഫേർട്ടാണെന്ന് നമുക്ക് പറയാം. പിന്നെ പരസ്യം ഉണ്ടല്ലോ, പെയിൻറ്റിനെ പറ്റിയിട്ട് മറന്ന് പെയിൻറ്റിൻ്റെ പരസ്യങ്ങൾ, അതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് പരസ്യങ്ങളൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സുകളുണ്ട്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ പെയ്ഡാണ്, ആരും കൊണ്ടുവന്ന് വെറുതെ തരില്ല, പെയ്ഡാണ്. നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണോ? അല്ല, നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. വേരിയസ് മീഡിയ ബൈ ബിസിനസ് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽ ഹു ആർ ഇൻ സം വേ അഡ്വർടൈസ്. ഇതിന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ ഇത് പെയ്ഡാണ്, നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്, ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് ഇതെന്ന് പറയുന്നത്. അഡ്വർടൈസിങ്ങിൻ്റെ ഫീച്ചേഴ്സുകളാണ് ഇംപേഴ്സണലാണ്, വ്യക്തിപരമല്ല, അല്ലേ? ഐഡിയ എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ഗുഡ്സ് ഓർ സർവീസാണ്. പിന്നെ ഇതൊരു സ്പോൺസർഷിപ്പ് കാണും, അല്ലേ? ഒരാൾ സ്പോൺസർ ചെയ്യാൻ ഇതുണ്ടാവും, ഒരു പരസ്യം സ്പോൺസർ ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും. പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, കൺസ്യൂമറിൻ്റെ ചോയ്സ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് സെക്ഷൻ. ഒരു പരസ്യം എന്ന് പറയുന്നത് ചുമ്മാ ആവരുതല്ലടാ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ കൊടുത്ത്
നല്ല പല രീതിയിൽ നല്ല രീതിയിൽ ഐഡിയാസുകൾ കൊണ്ടുവരുന്ന ഇത്ര ഇതുണ്ടെന്നറിയാമോ? ഒരുപാടുണ്ട്. സോ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു എലമെൻ്റാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്ന സംഭവം. അഡ്വർടൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് പറയാതെ തന്നെ നോർമൽ തിങ്കിങ്ങിലൂടെ പോലും അഡ്വർടൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് പറയാം. എന്തൊക്കെ നമുക്ക് പറയാം? ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ അതിന് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, ഡിമാൻഡ് വരും, ആളുകൾ അത് ഒരുപാട് പേര് പോയി വാങ്ങുമ്പോൾ അതിനനുസരിച്ച് ആ സാധനങ്ങൾ വേണം, പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? പോസിബിൾ ആവും. ഇറ്റ് പ്രൊമോട്ട്സ് ഡിമാൻഡ്, മേക്കിംഗ് മാസ് പ്രൊഡക്ഷൻ പോസിബിൾ. ഒന്നാമത്തെ പോയിന്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. രണ്ടാമത്തെ പോയിന്റ്, എനിക്ക് ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പരസ്യം കാണുന്നതിലൂടെ മനസ്സിലാവും. ആണോ അല്ലയോ? യെസ്, അറിയാൻ പറ്റും. ഇറ്റ് മേക്സ് കൺസ്യൂമേഴ്സ് അവെയർ ഓഫ് ദ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ചോയ്സസ് ദാറ്റ് ആർ അവൈലബിൾ. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പല പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു ഇത് കൊള്ളാലോ, ഈ ഒരു അപ്പച്ചട്ടി വാങ്ങാം, നല്ല പ്രസ്റ്റീജിൻ്റെ നല്ല മിക്സി അല്ലെങ്കിൽ നല്ല കുക്കർ, ഐശ്വര്യ റായി അതിൻ്റെ അകത്ത് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നു എന്നൊക്കെ തോന്നി നമ്മളത് പോയി വാങ്ങാം അല്ലേ? അതാണ് അതേ പറയുന്നത്. ഇറ്റ് എൻകറേജസ് ടു ബൈ മോർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് എന്ന് നമുക്ക് പറയാം. കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പ്രൊഡക്ഷനിലൂടെ ഒരുപാട് പീപ്പിൾ എംപ്ലോയിഡ് ആവും. നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? ഒരു നല്ല എല്ലാവരോടും ആരാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സ്ഥാപനത്തിൻ്റെ തൊഴിലാളിയാവണം എന്ന് പറയുന്നതിനേക്കാളും തൊഴിൽ കൊടുക്കുന്ന ഒരാളാവണം എന്ന് പറയുന്നതിൽ ബിസിനസ് മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു ഓൺട്രപ്രണറിന് മാത്രം പറ്റുന്നതാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്നത്. അതൊരു സോഷ്യൽ സർവീസ് കൂടിയാണ് അല്ലേ? ആണോ അല്ലേ? എൻ്റെ കോൺസെപ്റ്റിൽ അതാണ്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ജോലി കൊടുക്കുന്നതല്ല, 1000 പേർക്ക് ജോലികളും അവർക്ക് ജീവിക്കാനുള്ള വരുമാനവും കണ്ടെത്തി കൊടുക്കുന്നതാണ്. തൊഴിൽ ചെയ്യുന്നവർ മാത്രമല്ല, തൊഴിൽ ഉടമകളും കൂടി ആവാനായിട്ട് നമുക്ക് പറ്റണം. അതിന് ഏറ്റവും ബെസ്റ്റാണ്. അതിന് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ബിസിനസ് മാത്രമേ ഉള്ളൂ. വീണ്ടും കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മാറാൻ വിശ്വസിക്കുന്നു. അഡ്വർടൈസിങ്ങിൻ്റെ പോരായ്മകളാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള നല്ല എക്സ്പെൻസീവാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പോയിന്റ് ആദ്യം തന്നെ കിടക്കുന്നു. മോസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ആർ എയിംഡ് അറ്റ് പെർസ്യൂഡിങ് പീപ്പിൾ ടു ബൈ പ്രോഡക്റ്റ്. ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകളും ലക്ഷ്യം വെക്കുന്ന എന്തിനാണെന്നറിയാവോ? സാധനങ്ങൾ വാങ്ങാനാണ്. എന്നാൽ നമുക്കത് വേണമെന്നില്ല, വെദർ ദേ നീഡ് ദം ഓർ നോട്ട്. ഇപ്പം നമ്മൾ നോക്കിയാണ്, വീട്ടിലൊരു 100,000 കുക്കർ ഉണ്ടാവും അല്ലെങ്കിൽ മിക്സി 2 വീട്ടിൽ ഇരിക്കുന്നത്. അപ്പോഴാണ് ഐശ്വര്യ റായും ആരാണ് കൂടുതലുള്ളതെന്ന് എനിക്കറിയില്ല, അമിതാഭ് ബച്ചനുമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, അതോ അഭിഷേക് ബച്ചനാണെന്നാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു പാത്രത്തിൻ്റെ അകത്ത്, ഒരു പാനിൻ്റെ അകത്ത് നല്ല അടിപൊളി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്കത് കാണുമ്പോൾ എൻ്റെ വീട്ടിൽ 100,000 പാൻ ഇരിപ്പുണ്ടാവും. ഈ പാൻ വാങ്ങിയാൽ എനിക്ക് ഇത്രയും നാൾ കുളവായിരുന്ന ക്യാരറ്റ് ഹൽവ ഈ പാത്രത്തിലുണ്ടാക്കിയാൽ നന്നായിരിക്കുമെന്ന് കരുതി ഉടനെ പോയി വാങ്ങും. പക്ഷേ എനിക്ക് ആ ഒരു പാൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടെങ്കിൽ പോലും അത് വാങ്ങാനായിട്ട് ഒരു പരസ്യത്തിനെ കൊണ്ട് പറ്റും. അതാണ് അവിടെ വരുന്ന അടുത്ത കാര്യം. പിന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ് വരുന്നത്. ഇനി അഡ്വർടൈസിങ് കോപ്പി എന്ന് പറഞ്ഞൊരു സംഭവം വരുന്ന അഡ്വർടൈസിങ് കോപ്പി. ഇതെന്ന് പറഞ്ഞാൽ അഡ് കോപ്പി ഈസ് ഡിഫൈൻഡ് ആസ് റിട്ടൺ ഓർ സ്പോക്കൺ മെറ്റീരിയൽ ഇൻ ഇറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പരസ്യത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ചില പരസ്യത്തിനൊക്കെ വല്ല അടിപൊളി ക്യാപ്ഷൻസും ഹെഡ്ലൈൻസും കാണും, പെട്ടെന്ന് അറ്റൻഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനൊരു മെയിൻ ബോഡിയും സബ് ഹെഡും. അതിൻ്റെ ഒരു പരസ്യത്തിൽ ഞാനൊക്കെ പെട്ടെന്ന് നോക്കുന്നത്, വായിക്കുന്നതിനേക്കാളും ഉപരി ഞാൻ പെട്ടെന്ന് ഒരു പരസ്യം കിട്ടിയാൽ നോക്കുന്നത് അതിലെ പടമാണ്, പിക്ചേഴ്സാണ്. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ പോകുന്നത് പിക്ചേഴ്സ് നോക്കിയിട്ട് അതിന് ശേഷം മാത്രമേ ഞാൻ അതിൻ്റെ ഹെഡിങ്സും സബ് ഹെഡിങ്സും ക്യാപ്ഷനുകളും ഒക്കെ നോക്കും. നിങ്ങളെങ്ങനെയാണ് നോക്കുന്നത്? ഞാൻ പൊതുവേ അങ്ങനെയാണ്. ഒരു പരസ്യത്തിൻ്റെ അകത്തുള്ള ഹെഡിങ്, സബ് ഹെഡിങ്, അതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്, ട്രേഡ് മാർക്ക്, പിക്ചേഴ്സ്, സ്ലോഗൻസ്, ഇതിനെല്ലാം നമ്മൾ പറയുന്നതാണ് ആഡ് കോപ്പി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ആഡ് കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ഒരു അഡ് കോപ്പി ഇപ്പം നിങ്ങൾ നല്ലൊരു ഇങ്ങനൊരു ക്രിയേറ്റീവ് മൈൻഡൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ എങ്ങനെ നിങ്ങളത് കൊടുക്കും എന്നുള്ളതാണ് എനിക്കറിയേണ്ട കാര്യം. എന്നു വെച്ചാൽ അത് ഭയങ്കര സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിരിക്കും. ഒരു സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലായാൽ പോലും ആ പരസ്യത്തിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ക്രിയേറ്റീവ്. അത് ക്ലിയർ ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം. ആ പിക്ചർ എന്ന് പറയുന്നതിലൂടെ എന്തെങ്കിലും കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കണം. നമ്മുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കണം നമ്മൾ ആ പരസ്യത്തിന് കൊടുക്കുന്ന പിക്ചർ പോലും. ഇറ്റ് മസ്റ്റ് ബി കോമ്പാക്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ്. ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ക്രിയേറ്റീവ്. ഇറ്റ് മസ്റ്റ് ഹാവ് ക്യാരക്ടർ ആൻഡ് കളർ. പേഴ്സണൽ ആൻഡ് കൺവീനിയൻസിങ് ആയിരിക്കണം. ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻ്റർടൈനിങ് ആയിരിക്കണം, അല്ലേ? ഇൻട്രസ്റ്റ് ആൻഡ് എൻ്റർടൈനിങ് ആയിരിക്കണം. ഓക്കെ, സിൻസിയാരിറ്റി ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് നോർമൽ തിങ്കിങ്ങിൽ പറയാം. ഇനി ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ് സറോഗേറ്റ് അഡ്വർടൈസ്മെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ സറോഗേറ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് അഡ്വർടൈസിങ് ആണ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊമോട്ട് ബാൻഡ് പ്രോഡക്റ്റ്. ബാൻ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ലൈക്ക് സിഗരറ്റ്സ്, ആൽക്കഹോൾ, ഇതുപോലുള്ള ബാൻഡായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനെയാണ് നമ്മൾ സപ്പോർട്ടീവ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ സെക്ഷനിൽ ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊമോഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് പ്രൊമോഷനിൽ വരുന്ന ഒരു മെത്തേഡ് അഡ്വർടൈസിങ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഇതുപോലെ ഒരുപാട് മെത്തേഡ്സുകളുണ്ട്. അതിലൊരു മെത്തേഡാണ് നമ്മളിന്ന് നോക്കിയ അഡ്വർടൈസിങ്. താങ്ക് യു.